അങ്ങനെ 3 മാസത്തോളം നീണ്ട ബിഗ് ബോസ് സീസൺ 6ന്റെ യാത്രയ്ക്ക് കഴിഞ്ഞ ദിവസം തിരശ്ശീല വീണിരിക്കുകയാണ്. ജിൻഡോ ഈ സീസണിന്റെ വിന്നറായപ്പോൾ അർജുൻ ഫസ്റ്റ് റണ്ണറപ്പും ജാസ്മിൻ സെക്കൻഡ് റണ്ണറപ്പുമായി. ഇവർക്ക് ഒപ്പമുണ്ടായിരുന്ന അഭിഷേക് തേർഡ് റണ്ണറപ്പായപ്പോൾ ഋഷി ഫോർത്ത് റണ്ണറപ്പായി. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേരുകളിൽ ഒന്നായിരുന്നു ജാസ്മിൻ്റേത്. തുടക്കത്തിൽ ബി മെറ്റീരിയൽ എന്ന് തോന്നിപ്പിച്ച ജാസ്മിനെ പക്ഷേ ജബ്രി കോംബോയിൽ വീണുപോയി. ഇതോടെ വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു. എന്നിരുന്നാലും ഇവയെല്ലാം മറികടന്നാണ് ജാസ്മിൻ ടോപ്പ് 3യിൽ എത്തിയത് എന്നത് ശ്രദ്ധേയമാണ്. ഞാൻ നന്നായിട്ട് തന്നെയാണ് ബിഗ് ബോസിൽ നിന്നത്. എനിക്ക് പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. മനുഷ്യനല്ലേ, തെറ്റുകളൊക്കെ പറ്റില്ലേ? ഞാനല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ആദ്യം വന്നപ്പോൾ കരുതിയത് എല്ലാവർക്കും എന്നെ ഇഷ്ടമാകുമെന്നാണ്. എന്നാൽ ഇത്രയും ഒരു പ്രശ്നമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ എല്ലാവരോടും നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ. ഒറ്റപ്പെടുത്തിയവരോടും സന്തോഷിപ്പിച്ചവരോടും ദേഷ്യപ്പെട്ടവരോടും എല്ലാം നന്ദി മാത്രമെന്നാണ് ഷോയ്ക്ക് പുറത്തിറങ്ങിയ ശേഷം ജാസ്മിൻ പറഞ്ഞത്. ഷോയിലേക്ക് പോകും മുമ്പ് അഫ്സൽ അമീർ എന്ന വ്യക്തിയുമായി ജാസ്മിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. ചെന്നൈയിലേക്ക് പോവാൻ വിമാനത്താവളം വരെയും അഫ്സൽ ജാസ്മിനൊപ്പം ഉണ്ടായിരുന്നു. പെട്ടി പാക്ക് ചെയ്യുമ്പോൾ പോലും അഫ്സൽ ജാസ്മിനൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഹൗസിൽ കയറി 2 ദിവസം പിന്നിട്ടപ്പോൾ മുതൽ ഗബ്രിയുമായി ജാസ്മിൻ അടുത്തു. മാത്രമല്ല തൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞെന്ന കാര്യം ജാസ്മിൻ മറച്ചു പിടിച്ച് ഗബ്രിയുമായി അടുത്തിടപഴകി. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയ അഫ്സൽ അടുത്തിടെ താൻ വിവാഹത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് അറിയിച്ചു. ജാസ്മിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് താരം ബിഗ് ബോസിലേക്ക് പോയപ്പോൾ മുതൽ അഫ്സലായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്. എന്നാൽ തിരികെ എത്തിയ ശേഷം അക്കൗണ്ട് തിരിച്ചു പിടിക്കാൻ സാധിക്കാത്തതിനാൽ അഫ്സലിന്റെ പേരിൽ ജാസ്മിൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെന്നും ശേഷം പോലീസ് അഫ്സലിനെ വിളിച്ച് വരുത്തിയപ്പോഴാണ് അക്കൗണ്ട് ജാസ്മിന് തിരിച്ചു കിട്ടിയതെന്നും കഴിഞ്ഞ ദിവസം മുതൽ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. ജാസ്മിൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ശേഷം അഫ്സൽ സ്റ്റേഷനിലെത്തി കരഞ്ഞു മെഴുകി എന്നൊക്കെയാണ് ചില യൂട്യൂബേഴ്സ് സംഭവം നേരിൽ കണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചത്. എന്നാൽ അതിലൊന്നും 1% പോലും വാസ്തവമില്ലെന്നാണ് വി ഹിയർ എന്ന യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധിക്കപ്പെട്ട വി അഫ്സലുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. ജാസ്മിൻ പോലീസ് സ്റ്റേഷനിൽ പോയി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അഫ്സലിനെ വിളിച്ചിരുന്നു. ജോലിയിൽ ആയിരുന്നതിനാൽ അഫ്സൽ ആദ്യം കോൾ എടുത്തില്ല. ശേഷം അഫ്സലിൻ്റെ ഉമ്മയെ പോലീസ് വിളിച്ചപ്പോൾ അഫ്സൽ കോൾ എടുത്ത് സംസാരിച്ചു. പാസ്വേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പരിഹരിച്ചു. അല്ലാതെ അഫ്സൽ സ്റ്റേഷനിലേക്ക് ചെല്ലുകയോ അവിടെ കിടന്ന് കരഞ്ഞു മെഴുകുകയോ ചെയ്തിട്ടില്ല. പിന്നെ ജാസ്മിൻ്റെ സോഷ്യൽ മീഡിയ അഫ്സൽ കൈയടക്കി വെച്ചു എന്നതിൽ സത്യമില്ല. ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകും മുമ്പ് ഇരുവരും ഒരുമിച്ചിരുന്നാണ് പാസ്വേഡ് മാറ്റിയത്. മാറ്റിയ പാസ്വേഡ് ജാസ്മിൻ അഫ്സൽ അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വി എന്ന യൂട്യൂബർ പുതിയ വീഡിയോയിൽ സംസാരിക്കവേ പറഞ്ഞത് പലതും ജാസ്മിൻ പോലീസ് സ്റ്റേഷനിൽ പോയതുമായി ബന്ധപ്പെട്ട് പല കഥകൾ മെനഞ്ഞ് ഇറക്കിയതോടെ അഫ്സലിന് വീണ്ടും സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വരുന്നുവെന്നും വി എന്ന യൂട്യൂബ് പുതിയ വീഡിയോയിൽ സംസാരിക്കവേ പറയുന്നുണ്ട്.